ഹലോ, ഞാൻ ആദ്യമായിട്ട് സ്കോട്ട്ലൻഡിലേക്ക് പോവുകയാണേ. അപ്പം സ്കോട്ട്ലൻഡ് അല്ല, എഡിൻബറയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ രാത്രിയാണ് എഡിൻബറയിൽ എത്തുന്നത്. അത് കഴിഞ്ഞ് ഒരു 9 മണിയൊക്കെ ആയിട്ട് 9:30 ആയിട്ടുണ്ടാവും തോന്നുന്നു. എനിവേ, അവിടെ നിന്ന് ബസ് പിടിച്ച് നമ്മൾ അക്കോമഡേഷൻ ബുക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. ബസ് പിടിച്ച് അവിടെ എത്തിയപ്പോൾ രാത്രിയാണല്ലോ, അപ്പോൾ ആ സ്ട്രീറ്റിലൂടെ ഒരു 10 മിനിറ്റ് നടക്കാനുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു വാക്കിങ്, കാരണം അതിന് ലഗേജ് ഒന്നുമില്ല. ഞങ്ങളൊരു 2 ഡേയ്സിന് വേണ്ടി വന്നതാണ്. അതിന് ലഗേജ് ഒന്നും ഉണ്ടായിരുന്നു. ഞങ്ങൾ സാവകാശം, നല്ല തണുപ്പും നല്ല കാറ്റും ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഓവറായിട്ടുള്ള തണുപ്പൊന്നുമില്ല. സ്കോട്ട്ലൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിക്കടെ പോണ വഴിക്കുള്ളൊരു സംഭവമാണ്. ഈ കെട്ടിടമൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് എന്താ പറയുക, ദൈവത്തിന് മാത്രം അറിയാമെന്ന് പറയണ പോലെ നല്ല ഹൈറ്റാണ് ഇതിനൊക്കെ. എത്രയോ വർഷം പഴക്കമൊക്കെ ഉള്ള കെട്ടിടങ്ങളാണ്. പക്ഷെ ഭയങ്കര സ്ട്രോങ് ആണ് കേട്ടോ. സ്ട്രീറ്റ് ആണെങ്കിലും അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട്. കണ്ടു, ഒരു മാരേജ് കപ്പിൾസ് കണ്ടു. എന്താ പറയുക, ഭയങ്കര ബിസി അല്ല ആ സമയത്ത്. അത്ര സമയമായല്ലോ. പിന്നെ ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് ഫസ്റ്റ് ഡേ ഇതായിരുന്നു. ആദ്യം തന്നെ എനിക്ക് തോന്നുന്നു ഒരു 7-7:30 ആ സമയമായിട്ടുള്ളൂ എന്ന് തോന്നുന്നു. ഞങ്ങൾ വിക്ടോറിയ സ്ട്രീറ്റ് കാണാൻ പോയി. വിക്ടോറിയ സ്ട്രീറ്റ് ഹാരി പോട്ടർ സിനിമയിലൂടെ ഫേമസ് ആയൊരു സംഭവമാണ്. ഹാരി പോട്ടറിൻ്റെ കുറേ കഥകൾ അതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതിനകത്ത് കുറേ കാര്യങ്ങൾ, എന്താ പറയുക, ഹാരി പോട്ടർ ക്യാരക്ടേഴ്സ് യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ വാങ്ങാൻ പറ്റുന്ന കുറേ കടകൾ, അങ്ങനെ വിക്ടോറിയ സ്ട്രീറ്റ് കുറേ ഉണ്ട്. എന്താ പറയുക, ഒരു സാങ്കല്പിക കഥാപാത്രമാണെങ്കിൽ അതിലുപരി അത് റിയാലിറ്റി ആയിട്ട് ടച്ച് ചെയ്യുന്ന രീതിയിൽ കുറേ നമുക്ക് ആ സിനിമ കണ്ടവർക്കൊക്കെ അറിയാൻ പറ്റും. കുറേ എന്താ പറയുക, എല്ലാ സാധനങ്ങളും അവിടെ വാങ്ങാൻ കിട്ടും. ഈ സമയത്ത് അത് അടച്ചിട്ടേക്കുമായിരുന്നു. നമ്മളകത്തൊന്നും കയറിയില്ല. പിന്നെ അകത്ത് കയറാൻ നോക്കിയാലും എനിക്ക് അതായത് ഇത് തുറക്കുമ്പോൾ ഭയങ്കര ക്യൂ ആയിരിക്കും എന്നാണ് പറയണത്. എനിവേ, ഇപ്പം സ്ട്രീറ്റ് ഭയങ്കര ശാന്തമായതുകൊണ്ട് ഞങ്ങൾക്ക് ആവശ്യത്തിന് ഫോട്ടോ എടുക്കാനും, എലിഫൻറ്റ് ഹൗസ് ഭയങ്കര ഫേമസ് ആണ്. ഇതും ഹാരി പോട്ടറുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംഭവമാണ്. ഇവിടെയാണ് എല്ലാ സാധനങ്ങളും വാങ്ങാൻ കിട്ടുന്നത്. അതുകൊണ്ട് നമുക്ക് ഫോട്ടോ എടുക്കാനും അങ്ങനെയൊന്നും ഒരു തടസ്സം ഉണ്ടായിരുന്നില്ല. പിന്നെ ഇത് വിക്ടോറിയ സ്ട്രീറ്റിൻ്റെ മേളിൽ നിന്നുള്ള വ്യൂ ആണ്. ഇതും നമുക്ക് എടുക്കാൻ പറ്റി, കാരണം ആ സമയത്ത് ആളുകളൊന്നുമില്ല. അല്ലെങ്കിൽ ഇവിടെയൊക്കെ നിറച്ചും ആളുകൾ വന്ന് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അത്ര ഏർലി മോർണിംഗ് ആയതുകൊണ്ട് അങ്ങനെയുള്ള കുറേ ബെനിഫിറ്റ് കിട്ടി നമ്മൾ ഇറങ്ങിയത് കൊണ്ട്. പിന്നെ അതെല്ലാം അങ്ങനെ കാഴ്ചകളെല്ലാം കണ്ട് നടന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളൊരു തൊട്ടടുത്തുള്ളൊരു കഫേയിൽ കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വെച്ചാൽ എന്തോ ഒരു സംഭവമാണ്. പിന്നെ ചായ ഓർഡർ ചെയ്തു. ചായയും അതും കഴിച്ചു. തൽക്കാലത്തേക്ക് ആശ്വാസമായി. പുറമെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല രസകരമായ കുറേ കെട്ടിടങ്ങൾ കാണാം. ഇതൊരു പ്രത്യേക, എന്താ പറയുക, എന്തോ ഒരു സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചറാണ്. ഇത് ആഡം സ്മിത്തിൻ്റെ ഒരു പ്രതിമയാണ്. അങ്ങനെ കുറേ വലിയ വലിയ ആളുകളുടെ സ്റ്റാച്യൂസ് നമുക്കിവിടെ കാണാൻ പറ്റും. അതിൻ്റെ ഹിസ്റ്ററിയൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും. പിന്നെ ഇത് ഞങ്ങളൊരു കീ ചെയിൻ ഷോപ്പ് അടുത്ത് കണ്ട് ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തതാണ്. ഇതൊക്കെ ഒരു പാസേജാണ്. ഇത് എന്താ പറയുക, കുറച്ച് ഹില്ലി ഏരിയ പോലെയാണ്. പക്ഷേ നമുക്കത് ഫീൽ ചെയ്യുമെന്ന് വെച്ചാൽ ഫീൽ ചെയ്യും. ഇവിടെ നിന്ന് കുറച്ച് ഭാഗം നല്ല പൊങ്ങിയിട്ടൊക്കെയാണ്. അപ്പോൾ നമുക്ക് നല്ല സീനൊക്കെ കിട്ടുന്നുണ്ട്. വലിയ സംഭവമൊക്കെ നമുക്ക് ഇത്രയും ദൂരെ നിന്ന് തന്നെ കാണാൻ പറ്റും. ചില ഭാഗത്ത് നിന്നാണ് കേട്ടോ. അങ്ങനെ സ്ട്രീറ്റിലൂടെ ഞങ്ങൾ കുറേ ഫോട്ടോസും അതും ഇതും എല്ലാം എടുത്ത് നടന്നു. പിന്നെ ഇതൊരു കീ ലോക്ക്, അവരുടെ ഒരു വിശ്വാസം അനുസരിച്ചുള്ള സംഭവമാണ്. പിന്നെ ഈ ഇത് ഭയങ്കര, എന്താ പറയുക, എല്ലാവരും സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള നമ്മുടെ ബ്രിട്ടീഷുകാരുടെ ഫോൺ ചെയ്യുന്ന സംഭവം, ഫോട്ടോ എടുക്കാൻ വേണ്ടി അവരതങ്ങ് പ്രിസർവ് ചെയ്ത് വെച്ചേക്കണം. പിന്നെ ഞങ്ങൾ പോയത് ഫേമസ് ആയ എഡിൻബറ കാസിൽ കാണാനാണ്. ഇത് കാസിലേക്ക് പോകുന്ന വഴിയാണ്. ആ കാണുന്നതാണ് കാസിൽ. അപ്പോൾ ഞങ്ങൾ ചെല്ലുന്ന സമയത്തായിരുന്നു അത് ഓപ്പണിംഗ് ടൈം. അപ്പോൾ ആ സംഭവമൊക്കെ തുറന്നു, എല്ലാവർക്കും അങ്ങോട്ട് കയറാം. പക്ഷേ അതിൻ്റെ അകത്തേട്ട് കയറണമെങ്കിൽ നമ്മൾ എന്താ പറയുക, ഇതെടുക്കണം, പാസ് എടുക്കണം. ഞങ്ങളങ്ങനെ ടിക്കറ്റൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ കാസിലിൻ്റെ ചുറ്റും വേണമെങ്കിൽ നടന്ന് കാണാമെന്ന് തോന്നുന്നു. ഞങ്ങൾ അത്രയൊന്നും പോയില്ല. അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഇത് കാസിലിൻ്റെ കുറേ കഥകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് വർഷത്തിൽ ഇവിടെ വലിയൊരു സെലിബ്രേഷനൊക്കെ നടക്കുന്നുണ്ട്. കണ്ടോ, കുറേ ലൈറ്റ്സിൻ്റെയൊക്കെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. അതൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഭയങ്കര, എന്താ പറയുക, അതിൻ്റെ അകത്ത് കയറുവാണെങ്കിൽ നല്ല രസമായിരിക്കും. പക്ഷെ നമുക്ക് സമയമില്ലാത്തതുകൊണ്ടും നമ്മൾ കയറിയില്ല. ഇത് അടുത്ത ഒരു ഷോപ്പാണ്. ഇവിടെ കാശ്മീരി ഷോൾ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഭയങ്കര പൈസയാണേ. നമുക്കൊന്നും എടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള പൈസയൊക്കെയാണ്. ഇത് ബാഗ് എല്ലാം കാണാൻ നല്ല ക്യൂട്ടും നല്ല ഭംഗിയും എല്ലാം നമുക്ക് വേണമെന്ന് തോന്നും. പക്ഷേ പൈസയുടെ കാര്യം ഓർക്കുമ്പോൾ അതൊന്നും നമുക്ക് വേണ്ടാമെന്നും തോന്നും.
പിന്നെ കുറേ ടോയ്സ് ഉണ്ട്, കുറേ കീ ചെയിൻസ് ഉണ്ട്, ചെറിയ ചെറിയ ഹാൻഡ് ബാഗ്സ്, ഒരുപാട് സാധനങ്ങളുണ്ട്. പിന്നെ ഹാരി പോട്ടറുമായിട്ട് ബന്ധപ്പെട്ട കുറേ സാധനങ്ങൾ. ഞങ്ങളെന്നല്ല, ഞാൻ ആകെ വാങ്ങിച്ചത് കുറച്ച് കീ ചെയിനും കുറച്ച് ഫ്രിഡ്ജ് മാഗ്നറ്റും, അതാണ് വാങ്ങിച്ചോളൂ. ഇത് വേറെ ഏതൊരു മഹത് വ്യക്തിയുടെ സ്റ്റാച്ചു ആണ്. ഈ കെട്ടിടങ്ങളൊക്കെ എന്താ പറയുക, ഒരു നല്ല സ്പെഷ്യാലിറ്റിയാണ്, കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ ഞങ്ങൾ പോയത് ഹാരി പോട്ടർ ടൂറിലേക്കാണ്. ഇതൊരു വാക്കിംഗ് ടൂറായിരുന്നു, 2 മണിക്കൂർ. ഇതാണ് ഞങ്ങളുടെ ഗൈഡ്. നല്ല എന്താ പറയുക, നല്ല ഭംഗിയിൽ ഹാരി പോട്ടർ അല്ലെങ്കിൽ ഹാരി പോട്ടറിൻ്റെ ഓഥറായ ജെ.കെ. റൗളിങ്ങിനെ പറ്റിയാണ് കൂടുതൽ പറഞ്ഞതെന്ന് പറയും. അപ്പോൾ ജെ.കെ. റൗളിങ് എങ്ങനെയാണ് ഹാരി പോട്ടർ എന്ന ക്യാരക്ടർ എഴുതിയത്, എവിടെ നിന്നൊക്കെയാണ് ആ ഒരു സിനിമയ്ക്ക് പുള്ളിക്കാരത്തേക്ക് ഇൻസ്പിറേഷൻ ആയത്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. ഇപ്പോഴും ജെ.കെ. റൗളിങ് സ്കോട്ട്ലൻഡിൽ ജീവിക്കുന്നുണ്ട്. അങ്ങനെ 7 സീരീസാണെന്ന് തോന്നുന്നു ഹാരി പോട്ടറിലുള്ളത്. അപ്പം അവിടെ ഇരുന്ന് എഴുതിയ കുറച്ച് സ്ഥലങ്ങളും പിന്നെ ഇൻസ്പയർഡ് ഇപ്പം നമ്മൾ കാണുന്ന ഒരു സെമിത്തേരിയാണ്. അവിടെ കുറേ ടോംസ് ഉണ്ട്, അതിനകത്തു നിന്നുള്ള കുറേ നെയിംസ് ഹാരി പോട്ടറിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേ കഥകൾ നമുക്കൊന്നും അറിയില്ലാത്ത, അതായത് എനിക്കൊന്നും അറിയില്ലായിരുന്നു. ഒരു പക്ഷേ അവിടെ ജനിച്ചവർക്കൊക്കെ അറിയാം, പക്ഷേ നമ്മൾ ഔട്ട്സൈഡേഴ്സിനൊക്കെ അതൊക്കെ പുതിയൊരു കാര്യം തന്നെയായിരുന്നു. ഈ കാണുന്നതാണ് എലിഫൻറ്റ് കഫേ എന്ന് പറയുന്ന ഒരു എന്താ പറയുക, ഒരു കഫേയാണ്. ഇവിടെ വെച്ചാണ് ഈ ജെ.കെ. റൗളിങ് ഹാരി പോട്ടർ എന്ന ക്യാരക്ടർ മനസ്സിലുള്ളത് എന്താ പറയുക പേപ്പറിലേക്ക് എഴുതിയതെന്ന് പറയാം, എഴുതി തുടങ്ങിയതൊക്കെ. അതായത് കുറേ കഴിഞ്ഞപ്പോൾ ഭയങ്കര ഫേമസ് ആയിപ്പോയി. അതിന് മുമ്പ് തുടക്കത്തിൽ എഴുതിയത് അവിടെ ഇരുന്നാണ്. ഇത് നമ്മൾ രാവിലെ പോയ വിക്ടോറിയ സ്ട്രീറ്റ് ഇപ്പോൾ കണ്ടു ഭയങ്കരമായിട്ട് ക്രൗഡഡായി. അവിടെ വെച്ചാണ് ടൂർ എൻഡായത്. വിക്ടോറിയ സ്ട്രീറ്റിൽ ഹാരി പോട്ടറിൻ്റെ സാധനങ്ങൾ വാങ്ങുന്ന കടയും അതൊക്കെ അവർ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു. കുറച്ചും കൂടി നമുക്ക് നന്നായി മനസ്സിലായി. അങ്ങനെ ഞങ്ങളുടെ ഫസ്റ്റ് ഡേ ഇവിടെ തീർന്നു.